ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ 2025 കഴിഞ്ഞ് നമ്മളിനി 2026 കയറാൻ പോവുകയാണ് അല്ലേ. പക്ഷേ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, 2023 ഒരു കഥ പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തിനാണ് 2023 കഴിഞ്ഞിട്ട് 3 കൊല്ലമായല്ലോ, എന്തിനാണ് നമ്മൾ 2023 കാര്യം പറയുന്നത്? അത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണണം അത്. ഓക്കെ, അപ്പോൾ ഈ 2023 ഞാൻ പറഞ്ഞു ജൂൺ 15, 2023 ജൂൺ 15 എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ITI ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഓവർസിയർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയുന്നൊരു ഡേറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ പുതുതായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. എന്നാലും കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഓവർസിയറിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ജൂൺ 15, 2023 നമുക്കൊരു ഓവർസിയർ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഏതാണ്? 12 ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള, നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ എക്സാം 12 ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് അന്ന് ഒരൊറ്റ ഓവർസിയർ എക്സാം നടന്നത് 2023. അതിൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ. അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് PWD, ഇറിഗേഷന്, യൂണിവേഴ്സിറ്റീസ്, ഹാർബർ, അതുപോലെ ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന്, നമ്മുടെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അടക്കം. അങ്ങനെ അതുപോലെ ഫീൽഡ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ടായിരുന്നു. ഹൈഡ്രോഗ്രാഫിക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓവർസിയർ. അങ്ങനെ ഏകദേശം 12 പോസ്റ്റുകളിലോട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് 12 പോസ്റ്റുകളിലോട്ടാണ് അന്ന് എന്ത് ചെയ്തത്, ഒരൊറ്റ ഓവർസിയർ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഈ ഓവർസിയർ എക്സാം ചെയ്തു. പലരും പല ലിസ്റ്റിൽ പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജൂണിലെ കേസാണ് പറഞ്ഞത്. അതുപോലെ 2023 മെയ് 31 നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയറുടെ എക്സാം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ളതാണ്. ഇനി അതുപോലെ ജൂലൈയിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ 12 ജൂലൈ 2023 നമ്മുടെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 എക്സാമും, അതുപോലെ KSCB നമ്മുടെ KSCBയിൽ സബ് എഞ്ചിനീയർ സിവിലിൻ്റെ എക്സാമും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, സിവിൽ കഴിഞ്ഞ് ബിടെക്കോ ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഒക്കെ കഴിഞ്ഞ സിവിലുകാർ നല്ല രീതിയിൽ ഉറ്റുനോക്കുന്ന എക്സാംസുകളായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ അന്ന് പല മാസങ്ങളിലായിട്ട് മെയ്, ജൂൺ, ജൂലൈയിലൊക്കെ ആയിട്ട് പല മാസങ്ങളിലായിട്ട് നമുക്ക് വർക്ക് സൂപ്രണ്ടൻ്റ്, അത് ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പല ദിവസങ്ങളായിരുന്നു പല ഡിസ്ട്രിക്റ്റിലോട്ടായിട്ടുള്ള നമ്മുടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് സൂപ്രണ്ടിൻ്റെ എക്സാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെയും ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ 2023 കഴിഞ്ഞാൽ അതിനെന്തിനാണ് പിന്നെയും പറയുന്നത് എന്നുള്ളത്. ഈ പറയുന്നത് അതുപോലെ തന്നെയാണ്. ജൂലൈയിൽ ഒന്നും കൂടെ നമുക്ക് വരുന്നുണ്ട്. ഏത് ജൂലൈ 14 നമുക്ക് PWD ഗ്രേഡ് 3 എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജൂലൈ 12 നമുക്ക് ഈ ഗ്രേഡ് 1 എക്സാം എങ്കിൽ ജൂലൈ 14 നമ്മുടെ PWD ഗ്രേഡ് 3 ഓവർസിയർ എക്സാം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എക്സാംസുകളൊക്കെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ 2025 നിങ്ങൾ കുറേ എക്സാംസുകൾ എഴുതിയിട്ടുണ്ടാവും. LSTD ഗ്രേഡ് 1, PWD ഗ്രേഡ് 2, ഇതൊക്കെ നമുക്ക് 2022 21 നടന്ന എക്സാംസുകളാണ്. അതായത് നമുക്ക് 2023 നടന്ന എക്സാംസുകളുടെ നോട്ടിഫിക്കേഷൻസുകളാണ് ഇനി വരാൻ പോകുന്ന 2026 വരാൻ പോകുന്നത്. 2026 ഞാൻ ഈ പറഞ്ഞ 12 ഡിപ്പാർട്ട്മെൻറ്റ്, KSCB സബ് എഞ്ചിനീയർ സിവിൽ, KWA ഗ്രേഡ് 1, ഈ പറഞ്ഞ എക്സാംസുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ പറയുന്ന 2026 എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എക്സാം എന്നായിരിക്കും? 2026 തന്നെ. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ പണ്ടത്തെ പോലെ ഒരു വർഷമൊന്നും എടുക്കുന്നില്ല, 5-6 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാമും ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന ഒരു 5-6 മാസത്തിനുള്ളിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടാവും ചെയ്യും. അത് കഴിഞ്ഞൊരു എല്ലാ നോട്ടിഫിക്കേഷനും വന്നാൽ ഒരു 4-5 മാസത്തിനുള്ളിൽ എക്സാമും ഉണ്ടാവും. അതായത് 2026 എന്ന് പറയുന്നത് ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ച് ഒരു ഓവർസിയർ എക്സാംസുകൾക്ക് ഗ്രേഡ് 1, 2, 3 ഒക്കെ ആയിക്കോട്ടെ, ഓവർസിയർ ലെവൽ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ഗോൾഡൻ ഇയർ ആയിരിക്കും 2026 എന്ന് പറയുന്നത്. അതെൻ്റെ ഉറപ്പാണ്. അപ്പോൾ നമ്മളിനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളിനി അടുത്ത കാര്യം ചെയ്യേണ്ട എന്താ, നമുക്കതിൽ നല്ലൊരു റാങ്ക് വാങ്ങണം. എന്നിട്ട് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, നമ്മൾ പഠിച്ച ഫീൽഡിൽ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ലക്ഷ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ 2026 നമുക്ക് നേടിയെടുക്കണം അല്ലേ. നമ്മൾ പുതിയ വർഷം വരുന്ന സമയത്ത് നമ്മൾ കുറേ പുതിയ റെസൊല്യൂഷൻസും പുതിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. ഓക്കെ, നിങ്ങൾ ഇതൊരു തീരുമാനമാക്കി എടുത്തോ അല്ലേ. നിങ്ങളെ മുന്നിൽ നിങ്ങൾക്ക് എടുക്കാൻ, നിങ്ങളിപ്പോൾ നമ്മൾ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ ഉണ്ടാക്കാറുണ്ട്. അവിടെ നിങ്ങളെ ബക്കറ്റിൽ ഒരു ലിസ്റ്റായിട്ട് നിങ്ങൾ ഇതിട്ടോ, ഏത് 2026 വരുന്ന ഓവർസിയർ എക്സാംസുകളിൽ ഞാൻ നല്ലൊരു റാങ്ക് നേടിയെടുക്കും, അതുവഴി ഞാൻ നല്ലൊരു ഗവൺമെൻറ് ജോലിക്കാരനായിട്ട് മാറുന്നു, നമ്മുടെ വീട്ടുകാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലൊക്കെ തല ഉയർത്തി നടക്കുന്നു നമ്മൾ അല്ല. ഇതൊരു റെസൊല്യൂഷനായിട്ട് നിങ്ങൾ ഏറ്റെടുത്തോ. അപ്പോൾ ഈ വരാൻ പോകുന്ന ഓവർസിയർ എക്സാമിന് നല്ലൊരു റാങ്ക് നേടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ പ്രിപ്പറേഷൻ എത്രയും നേരത്തെ ആരംഭിക്കുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് സൈലം ടെക്നിക്കൽ പുതിയ ഓൺലൈൻ ബാച്ച്, ഓവർസിയറിൻ്റെ പുതിയ മിഷൻ ഓവർസിയർ 3.0 ബാച്ച് ഈ വരുന്ന ജനുവരി 3 മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ ഒരു ജീവനുള്ള ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അല്ലേ. ലൈവ് ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുന്നു, ഫാക്കൾട്ടിയുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങോട്ടും ചളി പറയാം, നമുക്ക് എന്ത് ചെയ്യാം, കുറേ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകളായിരിക്കും, ഫുള്ളായിട്ടുള്ള 500+ അവേഴ്സ് വരുന്ന ഈ ഒരു മിഷൻ ഓവർസിയർ 2.0 ബാച്ച് കംപ്ലീറ്റ് ലൈവ് ആയിരിക്കും.
ആയിരിക്കും. അതൊരു പെർട്ടിക്കുലർ ഓവർസിയർ സിലബസ് മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല, ഒരു ഗ്രേഡ് 1 മുതൽ ഗ്രേഡ് 3 വരെയുള്ള എല്ലാ എക്സാംസുകൾക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ഓവർസിയറിൻ്റെ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളിൽ വരുന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള, കവർ ചെയ്തുകൊണ്ടുള്ള ലൈവ് ബാച്ച് ആയിരിക്കും ഈ ഒരു മിഷൻ ഓവർസിയർ 3.0. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങളിൽ കുറച്ച് പേര് ITI-കാരാണല്ലോ, ഞങ്ങൾക്ക് എന്തിനാണ് ഈ ഗ്രേഡ് 1 ലെവൽ ക്ലാസ്? പേടിക്കണ്ട, നിങ്ങളോട് ഫാക്കൽറ്റീസ് പറയും ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ഇത് ഏത് ലെവലിലുള്ള എക്സാമിനൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് 1 ലെവൽ വരുന്നത് നിങ്ങളോട് പഠിക്കണ്ട എന്ന് പറയും. നിങ്ങൾ വെറുതെ പഠിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണ്ട, നമ്മൾ ആ ടൈം കളയും വേണ്ട. ഓക്കെ, അപ്പോൾ ITI-കാർ ഗ്രേഡ് 3-2 ലെവലിൽ വരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഓരോ സബ്ജക്റ്റിലും ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ഫാക്കൽറ്റീസ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നിങ്ങൾക്ക് തരും. ഇത് ഏതൊക്കെ എക്സാംസുകൾക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എവിടേക്കാണ് ചോദിക്കാറുള്ളത്, എവിടെയാണ് ചോദിക്കാതിരിക്കുന്നത് എന്നുള്ള കേസ്. ഓക്കെ, അതുപോലെ എക്സാംസുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഡൗട്ടുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആപ്പിൽ നമ്മുടെ ഈ ഒരു എക്സാംസുകൾ വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ക്ലാസ്സുകളും. ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ക്ലാസ്സുകൾ ലൈവായിരിക്കും. പക്ഷേ ഈ ലൈവിൻ്റെ കൂടെ തന്നെ ആ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതുപോലെ മെൻറ്റർ സപ്പോർട്ട്, നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ മെൻറ്റർ കംപ്ലീറ്റ് സമയത്ത് ലൈവായിട്ടായിരിക്കും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് പറയാം. ബാച്ചിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ടൈമിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വരുന്ന ഈ മെൻറ്റർ സപ്പോർട്ട് യൂസ് ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ സബ്ജക്ട് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊക്കെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈലം ടെക്നിക്കലിൻ്റെ ഓവർസിയർ ബാച്ച് ആരംഭിച്ച് 2 വർഷം ആകാൻ പോവുകയാണ്. ഈ 2 വർഷത്തിന് ശേഷം 9ാമത്തെ ഓവർസിയർ ലൈവ് ബാച്ചാണ് മിഷൻ ഓവർസിയർ 3.0 എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം കുട്ടികൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ചതിൽ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാംസുകളിലും നമുക്ക് നല്ല റാങ്കുകൾ നമ്മളും നിങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ നല്ല റാങ്കുകൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ് ഉണ്ട്. ക്ലാസ്സുകളിലോ എക്സാംസുകളിലോ ഒന്നും നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളോ പേടിയോ വേണ്ട. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ജനുവരി 3-നാണ് നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ബാച്ചിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അപ്പോൾ അതിൽ ഈ കംപ്ലീറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കവർ ചെയ്യും, എക്സാംസുകൾ കവർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീസ് വരുന്നത് എന്ന് പറയുന്നത് 4,999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയും അന്വേഷിക്കാം. കംപ്ലീറ്റ്ലി ലൈവായിട്ടുള്ള ഓവർസിയറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഇത്രയും കുറഞ്ഞൊരു ഫീസിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അവൈലബിൾ അല്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ് നിയന്ത്രിക്കുന്ന ഈ ഒരു ക്ലാസ്സുകൾ ഈ ഒരു കുറഞ്ഞ ഫീസിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചാൻസ് തട്ടിക്കളയരുത് തന്നെ ഞാൻ പറയുള്ളൂ. അപ്പോൾ 4,999 ആണ് നമ്മുടെ ഈ ഒരു ഓവർസിയർ ലൈവ് ബാച്ചിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ അതന്നെ ഏർലി ബേർഡ് ഓഫറിലാണ് ഈ ഒരു കുറഞ്ഞ ഫീസിൽ വരുന്നത്. ഫീസുകളിൽ മാറ്റം വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന 2026 ഏതെങ്കിലും ഒരു ഓവർസിയർ എക്സാംസിൽ നല്ലൊരു റാങ്ക് വാങ്ങി നല്ലൊരു ജോലി നേടണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ലേറ്റ് ആകാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു മിഷൻ ഓവർസിയർ 3.0 ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ക്ലാസ്സുകൾ ലൈവായിട്ട് വന്നാൽ നമുക്ക് ആ ട്രാക്കിലോട്ട് അങ്ങ് കയറാനും പറ്റും. നമുക്ക് ഈ പഠിക്കാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള മടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ജനുവരി 3 മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാച്ചുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ്, കൂടുതൽ ഡീറ്റെയിൽസുകൾ വേണമെങ്കിൽ താഴെ ഒന്നെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊക്കെ എന്താണ്, ഈ വർഷങ്ങൾ ഇങ്ങനെ മാറി മാറി പോകും. അപ്പോൾ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് നിന്നാൽ നമ്മളെ കരിയറിൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.